എന്റെ അമ്മേ. ഒന്ന് പിടിച്ചവനെ, ഒന്ന് പിടിച്ച് മുറുകെ പിടിച്ചോ. കഷ്ടപ്പെട്ടു, പെടലി ചൊടിഞ്ഞുപോയി. ഒരു രക്ഷ പിടിച്ചുകൊണ്ട് പോരാമെന്ന് ഞാൻ പറഞ്ഞതാ, കേൾക്കണ്ടേ? ഈ ഇരുട്ടത്ത് എന്നെ എവിടെയെങ്കിലും തള്ളിയിട്ട് കൊല്ലണം നിനക്ക് വലിയ വാശിയാണല്ലടാ. അതിരിക്കട്ടെ, ഇത്രയേറെ പാത്രങ്ങൾ എന്തിന്? 2 ദിവസത്തേക്കുള്ള ചാപ്പാട് ഒന്നിച്ച് വാങ്ങിച്ചോണ്ടിഞ്ഞ് പോകുന്നു. ഇല്ലെങ്കിൽ നാളെ ഞങ്ങൾ തന്നെ പോകണ്ടേ? അയ്യേ, അപ്പൊ വലിച്ചു പോയില്ലേ അച്ഛാ? എന്തിന് വെള്ളത്തിലിട്ട് വെച്ചേക്കണം? പണ്ടെന്റെ അമ്മ ഒരാഴ്ചത്തേക്കുള്ള ചോറ് ഒന്നിച്ച് വെച്ച് വെള്ളത്തിലിട്ട് വെച്ചേക്കുമായിരുന്നു. പിന്നെ വലിയ വലിപ്പ് തോന്നുകയാണെങ്കിൽ ഒരു കാന്താരി വളം അങ്ങ് ഞെരടിയാക്കണം. ശരി, ഇതൊക്കെ ഒന്ന് ഡൈനിങ് ഹാളിലേക്ക് എടുക്കണമല്ലോ. അത് വേണോ? ഇവിടെ തന്നെ അങ്ങ് ഇരുന്ന് കഴിക്കാനോ? അപ്പിനി ഇത് ഇവിടെ നിന്നും പൊക്കണോ? പൊക്കടാ മോനെ, ഇത് നമ്മുടെ വിധിയാടാ. എല്ലാരും കൂടെ എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? എടുത്ത് കഴിച്ചൂടെ? കൈയിട്ട് വാരി തിന്നാനൊക്കുവോ? ഒന്ന് വിളമ്പിത്താ ചേച്ചി. ഇതൊക്കെ ഒന്ന് കോരി ഇലയിലിടുന്ന എങ്ങനെയാ? തവിയും സ്പൂണൊക്കെ അടുക്കളയിൽ ഇരിപ്പുണ്ട് മമ്മി, ഞാൻ എടുത്തോണ്ട് വരാം. ഞാനും വരാം. ഇങ്ങനെ കുഴയുമല്ലോ. അനുഭവിക്ക്. അപ്പോഴേ എന്നും ഇങ്ങനെ ഹോട്ടലിൽ നിന്ന് വരുത്തി കഴിക്കാമെന്നാണോ വിചാരം? ഇങ്ങനെയായാൽ നമ്മുടെ രണ്ടുപേരുടെ ശമ്പളം 15 ദിവസത്തേക്ക് തികയില്ല. എനിക്ക് അടുക്കള ജോലി ചെയ്ത് ശീലമൊന്നുമില്ല. ശീലമില്ലെങ്കിൽ ശീലിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പൊ എനിക്ക് ജോലിക്ക് പോണ്ടേ? ജോലിക്ക് പോകുന്നവരാരും അടുക്കള പണി ചെയ്യുന്നില്ലേ? അവരവർക്ക് ആവശ്യമുള്ളത് പാചകം ചെയ്തിട്ട് ജോലിക്ക് പോകും. അങ്ങനെയൊക്കെയാണ് പതിവ്. വീട്ടു ജോലിക്ക് ആളെ കിട്ടുന്നില്ലെന്ന് വിചാരിച്ച് പട്ടിണി കിടക്കാൻ പറ്റുമോ? ഇതൊരു നാശമായിപ്പോയി. അങ്ങനെയൊന്നും പറയരുത് വാസന്തി. എത്ര പഠിച്ചവരായാലും വലിയവരായാലും സ്ത്രീയാണോ പാചകം കൂടി അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ ഇതുപോലുള്ള ചില സന്ദർഭങ്ങളിൽ ശ്വാസം മുട്ടിപ്പോകും. ഇതെന്താ അറിയാത്തത്? അമ്മയെ അമക്കി അരക്കിയത്, അല്ലാതെ അങ്ങനെ അറിയുന്നത്. എനിക്ക് വയ്യ, എന്റെ കൈയെല്ലാം ഊത്തലെടുക്കുന്നു. അതിന് വഴിയുണ്ട്. ഇത്തിരി വെളിച്ചെണ്ണ വിട്ട് ചൂടാക്കിയാൽ ഊത്തല് മാറും. അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഒരു അമ്മ എന്റെ കൈ ഒന്ന് ഊതിത്താ. എന്താണ് കാഴ്ച കണ്ടോണ്ടിരിക്കുന്നത്? പോടി അപ്പുറത്ത്. ഊതിയതൊക്കെ മതി, ഇങ്ങോട്ട് അരയ്ക്ക. ഇതെന്തോ അറിയാമോളെ? അത് ക്യാബേജാ. ആഹാ, കണ്ടിട്ട് കോഴിത്തീട്ടം പോലെ ഇരിക്കുന്നല്ലോ. ചേച്ചി, ഞാൻ എഴുന്നേറ്റോട്ടെ? എന്താടാ മോനെ? എനിക്ക് വയറ്റിന് വല്ല സുഖമില്ല. ഓ, ഇന്ന് ഏകാദശിയല്ലേ? ഞാൻ ആ കാര്യം മറന്നുപോയി. എനിക്ക് നോമ്പാ. എന്റെ മമ്മി, ഇത് എങ്ങനെ കഴിക്കും? ഉപ്പുമില്ല, മുളകുമില്ല. ഇത് എനിക്ക് വേണ്ട. മമ്മി, എനിക്ക് ഛർദിക്കാൻ വരുന്നു. വേണമെങ്കിൽ എണീറ്റ് പോടുന്നു. ശവങ്ങള്. വസന്തി, ഇരിക്കെ. എന്തിനാ? ഇതൊന്ന് കഴിച്ചു നോക്കിയാലല്ലേ എല്ലാരും എന്താ എഴുന്നേറ്റ് പോയെന്ന് മനസ്സിലാവൂ. ഇരിക്കെ. എനിക്ക് വേണ്ട. ഇരിക്കാനല്ലേ പറഞ്ഞത്? വേണമെന്നല്ലേ പറഞ്ഞത്? വസന്തി, നീ ഇത് കണ്ടോ? ഇതിനൊരൊറ്റ മരുന്നേ ഉള്ളൂ. കാരണക്കുറ്റിക്കൊരടി. അടിച്ചോളൂ, അടിച്ചു കൊന്നോളൂ. എനിക്ക് പാചകം ചെയ്യാൻ അറിയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ? അറിയില്ലെങ്കിൽ പഠിക്കുന്നോടി. അതിന് പകരം പാത്രങ്ങൾ വലിച്ചെറിയുന്നതേ ചമ്മാടത്തരാ. എന്ത് പറഞ്ഞാലും കൊള്ളാം. പാചകം ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ആവശ്യമുണ്ടടി. ഒരു വീട്ടിൽ ഭാര്യയായിട്ടും അമ്മയായിട്ടും ജീവിക്കണമെങ്കിൽ അവൾ പാചകം കൂടെ പഠിച്ചിരിക്കണം. അതിനെ എന്റെ മോളെ കിട്ടില്ല. പാചകം ചെയ്യാനേ വീട്ടുജോലിക്കാരിയെ നിർത്തണം. വീട്ടുജോലിക്കാരികളെ നിർത്താൻ നിങ്ങൾ സമ്മതിക്കില്ലല്ലോ. ആര്? ഞാനോ? എന്താ സംശയം? നിങ്ങൾ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം വീട്ടുജോലിക്ക് ആളെ കിട്ടില്ല. നീ കേട്ടോളി മോളെ, നിന്റെ ഭർത്താവ് പറഞ്ഞു, നീ കേട്ടോ? അപ്പോ അമ്മ പറഞ്ഞത് എന്റെ മകനും പറയാണ് അല്ലേ? വിവരദോഷം പറയാതെ കഴുതേ. അച്ഛനെ അല്ല, മകളെയാ.
കാര്യങ്ങളൊക്കെ നിനക്കും അറിയാവുന്നതല്ലേ, പിന്നെന്തിനാ അമ്മയും മോനെ കുറ്റം പറയുന്നത്? ചുരുക്കി പറഞ്ഞാ ഞാൻ ഇവിടെ നിന്ന് പോണം. അല്ലടി മോളെ. ആരും പോവൊന്നും വേണ്ട, മോള് പാചകം ചെയ്യാൻ പഠിച്ചാൽ മതി. എനിക്ക് മനസ്സില്ല. മനസ്സുണ്ടാവും, നീ പാചകം ചെയ്യാനും പഠിക്കും. ആദ്യം ആ ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യേ, അത് കഴിഞ്ഞിട്ട് ഈ ഷർട്ട് കഴുകി തന്നാ മതി. അടിക്കല്ലേ. ചെല്ലു മോളെ, ചെല്ല് ചെല്ല്. ഇവൻ ആള് റൗഡിയാണെന്ന് എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. ചെല്ലു മോളെ, നീ ആ മേശപ്പുറമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഒന്ന് ശരി. വാ, അച്ഛനെ സഹായിക്കാം. വാ 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 മോളെ. മോളെ, ഞാൻ പോകുന്നു. വാസന്തി അവിടെ നിൽക്ക്. നിൽക്കാൻ എനിക്ക് സമയമില്ല. സമയം ഉണ്ടാവണം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വൈകിട്ട് ഞാൻ വരുമ്പോ പറഞ്ഞേ പോരെ. പോരാ, അവിടെ നിൽക്ക്. മകൾ കഴിച്ചോളൂ. വാസന്തി ജോലിക്ക് പോയാൽ ഇവിടെ ആരാ? ഇവിടെ നിങ്ങളില്ലേ? ഇന്നുകൊണ്ട് എന്റെ ലീവ് കഴിയും. നാളെ മുതൽ എനിക്ക് ഓഫീസിൽ പോകണം. അപ്പോഴോ? അപ്പോഴെന്താ? നിങ്ങൾ നിങ്ങളുടെ ജോലിക്ക് പോകും, ഞാൻ എന്റെ ജോലിക്ക് പോകും. നമ്മുടെ കുഞ്ഞുങ്ങളോ? അവരുടെ കാര്യത്തിൽ എനിക്ക് മാത്രമല്ലല്ലോ ബാധ്യത. ശരി, വാസന്തിയുടെ അച്ഛനും സഹോദരനും ഇവിടെ ഉണ്ടല്ലോ. അവരുടെ കാര്യത്തിൽ നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, അവര് ഹോട്ടലിൽ നിന്ന് കഴിച്ചോളൂ. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു വീടെന്തിന്? അതെ, സ്വയം തീരുമാനിച്ചാ മതി. വാടക വീടല്ലേ, വേണ്ടെങ്കിൽ വിട്ടുകളയൂ, ഇല്ലെങ്കിൽ അടച്ചിടണം. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. വാസന്തി കുറച്ചാൾ ലീവ് എടുത്താൽ മാത്രം മതി. ഞാൻ ലീവ് എടുക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല. എനിക്ക് വീട്ടുകാര്യങ്ങളൊന്നും നോക്കാൻ അറിയില്ല. അറിയില്ലെങ്കിൽ പഠിക്കണം. പുരുഷൻ പ്രസവിക്കുന്നില്ല, സ്ത്രീ മാത്രമേ പ്രസവിക്കുന്നുള്ളൂ. അവർക്ക് മാത്രമേ മുലയൂട്ടാനും പറ്റൂ. കുഞ്ഞുങ്ങളെ വളർത്തേണ്ടവളാണ് സ്ത്രീ. അവരെ വളർത്താൻ ഒരു കൂട് വേണം, അതാണ് വീട്. ആ വീടിന്റെ കാര്യങ്ങൾ നോക്കി നടത്താൻ അറിയാത്തവൾ പെണ്ണല്ല, അവൾ അമ്മയായിക്കൂടാ. ഓഹോ, ഇത്രയും വലിയ അറിവുകളൊക്കെ മനസ്സിലുണ്ടായിരുന്നോ? ഇതുവരെ ഇതൊക്കെ എവിടെ ഒളിച്ചു വെച്ചിരുന്നു? ഒളിച്ചു വെച്ചിരുന്നതല്ല, അടങ്ങിക്കിടന്നതാണ്. നിന്നോടുള്ള ആരാധന കൂടിയപ്പോ അറിവ് അടങ്ങിപ്പോയടി. ഐ സീ. ആ, അതിതുവരെ മനസ്സിലായിട്ടില്ലേ? ഭാര്യയുടെ അടിമയെ പോലെ നടക്കുന്ന പലരും അറിവ് കുറഞ്ഞവരൊന്നുമല്ല, ആരാധന കൂടിപ്പോയവരാണ്. എന്നെ പോലുള്ള ശുദ്ധാത്മാക്കൾ, വിഡ്ഢികൾ. എനിക്കിതൊന്നും കേട്ടേക്കാൻ സമയമില്ല, ഞാൻ പോകുന്നു. ആ, വേഗം പോയി ലീവ് എഴുതി കൊടുത്തിട്ട് പോരെ. ലീവ് എടുക്കില്ലെന്ന് ഞാനല്ലേ പറഞ്ഞത്? ലീവ് എടുക്കണം ഞാനല്ലേ പറഞ്ഞത്? പോയി എഴുതി കൊടുത്തിട്ട് വാ. ഞാൻ മുറിയിലിരുന്നെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. സന്തോഷം, കേട്ടല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്നായിരിക്കും ചോദ്യം. ഇല്ല, അങ്ങനൊരു ചോദ്യം ഇല്ല. ചോദിക്കേണ്ട കാര്യമില്ല. ഇല്ലേ? അവളെ എന്റെ മകളാ. പക്ഷേ എനിക്ക് കല്യാണം ചെയ്തു തന്നു പോയില്ലേ? കല്യാണത്തിന് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു, മറന്നു അതൊക്കെ? എന്തൊക്കെയായിരുന്നു വ്യവസ്ഥകൾ? ജോലി കളയരുത്. കളയണമെന്ന് പറഞ്ഞില്ല, ലീവ് എടുക്കാനേ പറഞ്ഞുള്ളൂ. ഹ, ജോലി കളയുന്നതും ജോലിക്ക് പോകാതിരിക്കുന്നതും ഒരുപോലെയാ. അങ്ങനെയാണെങ്കിലേ മോള് 2 പ്രസവിച്ചു, അതും വ്യവസ്ഥയിലുണ്ടായിരുന്നോ? ഈ ചോദ്യം ഞാൻ റൂൾ ഔട്ട് ചെയ്തിരിക്കുന്നു. അത് അങ്ങ് അസംബ്ലി പോയി പറഞ്ഞാൽ മതി. അസംബ്ലിയിലോ? അസംബ്ലിയിൽ പോയി പറയാൻ ഞാനാരാ? താജീതാരോ? ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോ വാസന്തി ഇവിടെ ഉണ്ടായിരിക്കും. ഓക്കെ? ഇവൻ ആരിവൻ? വാസ്കോടി ഗാമയോ? മോളെ, ആ വിവരദോഷി പറയുന്നൊന്നും കേട്ട് നീ ലീവ് എടുക്കരുത്. ആര് പറഞ്ഞാലും ഞാൻ ലീവ് എടുക്കില്ല അച്ഛാ. ആ, ലീവ് എടുത്താലേ അത്രയും ദിവസം ഡൈനാമിറ്റ് ആയി പോവും. ഡൈനാമിക് അല്ല അച്ഛാ, ഡേയ്സ് നോട്ട്. അത് തന്നെ. അത് ഹോട്ടലിനില്ല. ഒണ്ടേലും ഇല്ലേലും ലീവ് എടുത്താ അത് കുറച്ചേ ശമ്പളം കിട്ടൂ.